ഈ വരുന്ന വെക്കേഷനിൽ ഈ ഒരു പ്രോബ്ലം ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യാൻ പോകുന്നതാണ്. കാരണം റിജക്ഷൻ വരുന്നത് എന്തെങ്കിലും ആ ഡോക്യുമെന്റേഷനിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടായിരിക്കും അത് വരുന്നത്. അവർക്ക് ഏറ്റവും നല്ല മാർഗം നീ പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാവശ്യം ഉംറ വിസക്ക് അപേക്ഷിക്കാൻ വേണ്ടി പറയും. ഉംറ വിസക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് പാസ്പോർട്ട് കോപ്പിയും അവരുടെ ഒരു ഫോട്ടോ കിട്ടിയാൽ ഈ പാസ്പോർട്ട് കോപ്പി ഒരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസം 1-2 ദിവസം കൊണ്ട് നമുക്ക് ഉംറ വിസ ഇഷ്യൂ ചെയ്ത് കൊടുക്കാൻ പറ്റും. 3 മാസം വരെ അവർക്ക് സൗദിയിൽ നിൽക്കാം, എവിടെയും പോവാം, ഏത് എയർപോർട്ടിലും ഇറങ്ങുകയും ചെയ്യും. അതായത് ഈ ഉംറ വിസ എടുത്താൽ അതിന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ 6-ാം തീയതി വരെ ഈ പ്രാവശ്യം ഉംറ വിസയിൽ സൗദിയിൽ നിൽക്കാൻ പറ്റും. ജൂൺ 6-ന് മുന്നായിട്ട് നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് പോരണം എന്നുള്ളൊരു വിഷയം ശ്രദ്ധിക്കണം. ഇതിപ്പോ മാർച്ചാണ്. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ 6-ാം തീയതിന് മുന്നായിട്ട് ഉംറ വിസയിലുള്ളവർ സൗദി വിടണം എന്നുള്ളൊരു നിയമം നിലനിൽക്കുന്നു. അപ്പൊ ആ രീതിയിൽ എന്താക്കണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ